ഇനി നമുക്ക് നോക്കാം നിങ്ങളുടെ പേഴ്സണെ കുറിച്ച് മറ്റുള്ളവരുടെ അഭിപ്രായം എന്താണെന്ന്. അതെന്തിനാണ് നമ്മൾ നോക്കുന്നത്? നിങ്ങൾ ശരിയായ വ്യക്തിയെ തന്നെയാണോ തിരഞ്ഞെടുത്തത് എന്ന് നമുക്ക് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലേ? അവരുടെ സ്വഭാവം എങ്ങനെയാണെന്നൊക്കെ മറ്റുള്ളവർ അഭിപ്രായം അറിയുമ്പോൾ നമുക്ക് ഏകദേശം അറിയാൻ പറ്റുമല്ലോ. എടുക്കട്ടെ. ജസ്റ്റിസ്. ഓ, ഓക്കെ. 4 of Pentacles, Temperance, very good. Ace of Wands, 3 of Wands, 8 of Pentacles, okay. Lovers, Moon, King of Cups, the Emperor. ജസ്റ്റിസ് എന്ന് പറഞ്ഞു തുടങ്ങാം കേട്ടോ. ജസ്റ്റിസ് വെച്ചിട്ട് നിങ്ങളുടെ പേഴ്സണെ പറ്റി എല്ലാവരും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അവർ ന്യായപ്രകാരമല്ലാത്ത ഒരു കാര്യവും പ്രവർത്തിക്കില്ല എന്നാണ്. ഒരിക്കലും ഒരാളെ ചതിക്കാനോ അവരെ പറ്റിക്കാനോ ഒന്നും അവരെ കൊണ്ട് സാധിക്കില്ല. ന്യായപ്രകാരം മാത്രം കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എന്ന്. ഒരു പക്ഷേ നിങ്ങളുടെ പേഴ്സൺ ലോ റിലേറ്റഡ് ആക്ടിവിറ്റീസ് ചെയ്യുന്ന ഒരാളും ആയിരിക്കാം. ലോ സംബന്ധമായ നിയമസംബന്ധമായ ജോലികൾ ചെയ്യുന്ന ഒരാളും ആയിരിക്കാം കേട്ടോ. 4 of Pentacles വെച്ചിട്ട് അവരുടെ വിഷമങ്ങൾ അവരാരെയും അറിയിക്കാറില്ല. എല്ലാം മനസ്സിൽ അടക്കി പിടിച്ച് സ്വയം അനുഭവിച്ച് തീർക്കാറാണ് പതിവ്. എന്ത് വിഷമം ഉണ്ടെങ്കിലും ആരോടും ഒന്നും പറയില്ല. തനിയെ വിഷമിച്ചിരിക്കുന്ന അല്ലാതെ എന്നൊരു അഭിപ്രായവും അവരെ പറ്റിയുണ്ട്. ഓരോ കാർഡും ഓരോരുത്തർക്കായിരിക്കും. എല്ലാ കാർഡും എല്ലാവർക്കും ചിലപ്പോൾ റെസണേറ്റ് ആയിക്കൊള്ളണമെന്നില്ല. എത്രത്തോളം കറക്റ്റ് ആവുന്ന അത്രമാത്രം എടുക്കുക കേട്ടോ. ടെമ്പറൻസ് വെച്ചിട്ട് നിങ്ങളുടെ പേഴ്സൺ സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്നും കുറച്ച് കൂടുതലായിട്ട് സ്പിരിച്വാലിറ്റിയിലേക്ക് ഇൻക്ലിനേഷൻ ഉള്ള ഒരു വ്യക്തിയാണ് എന്നും ആൾക്കാർക്ക് അഭിപ്രായമുണ്ട്. ഓക്കെ. ഇൻറ്റ്യൂഷൻസ് കുറച്ച് കൂടുതലായിട്ടുള്ള വ്യക്തിയായിരിക്കാം. ഒരു പ്രീസ്റ്റ് ആയിരിക്കാം. പ്രഭാഷണങ്ങൾ ചെയ്യുന്ന വ്യക്തിയായിരിക്കാം. അങ്ങനെയൊക്കെ ഉപദേശങ്ങൾ കൊടുക്കുന്ന വ്യക്തി അങ്ങനെയൊക്കെ ആയിരിക്കാം. ഓക്കെ. അവരെ പറ്റി വളരെ ബാലൻസ്ഡ് ആയിട്ടുള്ള വ്യക്തിയാണ്. പെട്ടെന്ന് ദേഷ്യം വരാത്ത വ്യക്തിയാണ്. എന്തും സമാധാനപരമായി മാത്രം, എത്ര ക്രിട്ടിക്കൽ സിറ്റുവേഷൻ ആയാലും സമാധാനപരമായി ആലോചിച്ച് കാര്യങ്ങൾ ചെയ്യാനുള്ള പ്രാപ്തിയുള്ള വ്യക്തിയാണ് എന്ന അഭിപ്രായമുണ്ട്. ഏസ് ഓഫ് വാൻഡ്സ് വെച്ച് വളരെ റൊമാൻറ്റിക് ആയിട്ട് പെരുമാറുന്ന ഒരു വ്യക്തിയാണ് എന്നും നിങ്ങളുടെ പേഴ്സണെ പറ്റി അഭിപ്രായമുണ്ട്. 3 of Wands വെച്ചിട്ട് നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് യാത്രകൾ ചെയ്യാൻ താല്പര്യമുള്ള വ്യക്തിയാണ്. എപ്പോഴും ഒരു പറ്റം ആൾക്കാർ ഇവരുടെ കൂടെ കാണും. ഫ്രണ്ട്സ് ആയിരിക്കാം, ഫാമിലി ആയിരിക്കാം. എപ്പോഴും കുറച്ച് പേരുടെ കൂട്ടത്തിൽ ഇരിക്കാൻ ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ്. അതേപോലെ യാത്രകൾ ചെയ്യാൻ താല്പര്യമുള്ള വ്യക്തിയാണ് എന്നും അഭിപ്രായമുണ്ട്. വർക്കഹോളിക് ആണ്. വർക്കിലേക്ക് ഒരുപാട് ഫോക്കസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളുടെ പേഴ്സൺ എന്നും ചിലർക്ക് അഭിപ്രായമുണ്ട്. ഓക്കെ. ലവേഴ്സ് വെച്ചിട്ട് കുറച്ച് ഫ്ലേർട്ടി നേച്ചറുള്ള, ഫ്ലേർട്ട് ചെയ്യാൻ പറയില്ലേ, നമ്മളൊരു ശ്രീകൃഷ്ണനാന്ന് പറയില്ലേ, അതേപോലെ ആണായാലും പെണ്ണായാലും കേട്ടോ, കുറച്ച് ഫ്ലേർട്ടീഷ്യസ് ആയിട്ട് പെരുമാറുന്ന വ്യക്തിയാണ് നിങ്ങളുടെ പേഴ്സൺ എന്നും ചിലർക്ക് അഭിപ്രായമുണ്ട്. കേസ് ബൈ കേസ് എടുക്കുക കേട്ടോ. മൂൺ വെച്ചിട്ട് പെട്ടെന്ന് മൂഡ് സ്വിങ്സ് ഉണ്ടാവുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പൊ ചിരിച്ച് സംസാരിച്ചിരിക്കും, പെട്ടെന്ന് ചിലപ്പോൾ ഇന്ന് നന്നായിട്ട് സംസാരിക്കും, നാളെ കാണുമ്പോൾ നിങ്ങൾ ഈ വ്യക്തിയോട് തന്നെയാണോ ഇന്നലെ സംസാരിച്ചത് എന്ന് തോന്നുന്ന രീതിയിൽ പെരുമാറും. നിങ്ങൾക്കും കൺഫ്യൂസിങ് ആയിരിക്കും ഇവരുടെ സ്വഭാവം. ഓക്കെ. കിങ് ഓഫ് കപ്സ് വെച്ചിട്ട് മറ്റു ചിലർ അവരുടെ സ്നേഹം പ്രകടിപ്പിക്കാൻ അറിയാത്തവരാണ്. ഉള്ളിൽ ഒരുപാട് സ്നേഹമായിരിക്കും, ഒരുപാട് കെയറിങ് ആയിരിക്കും, പക്ഷെ പ്രത്യക്ഷത്തിൽ കാണിക്കാൻ അവർക്കറിയില്ല. അങ്ങനെയും ഒരു അഭിപ്രായം നിങ്ങളുടെ പേഴ്സണെ പറ്റിയുണ്ട്. എംപ്രർ വെച്ചിട്ട് ഇവരുടെ സോഷ്യൽ ഇമേജിനെ പറ്റിയിട്ട് സ്വല്പം അഹങ്കാരമുള്ള കൂട്ടത്തിലാന്ന് തന്നെ അങ്ങനെ തന്നെ എടുത്തോളും. അങ്ങനെ ചിന്തിക്കുന്നവരും ഉണ്ട് കേട്ടോ. കുറച്ച് സ്ഥാനമാനങ്ങളെ പറ്റിയൊക്കെ ഒരുപാട് ബോധേഡ് ആയിട്ടുള്ള വ്യക്തിയാണ് എന്നും അഭിപ്രായം.